ഫേസ്ബുക്കിന്റെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ തട്ടിപ്പെന്ന റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിലൂടെ നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കാൻ നീക്കമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ പിന്തുണ ലഭിക്കുന്നത് ഫേസ്ബുക്കിന്റെ internet.org-ക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിലിക്കൺ വാലി സന്ദർശനത്തിന്റെ പ്രധാന നേട്ടമായി ആഘോഷിക്കപ്പെടുന്നത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് ഫേസ്ബുക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രചരണത്തിനായി ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ത്രിവർണത്തിലേക്ക് മാറ്റാനുള്ള പ്രത്യേക സംവിധാനവും ഉണ്ടാക്കി. സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് തന്നെ ആദ്യം പ്രൊഫൈൽ ചിത്രം ത്രിവർണത്തിലേക്ക് മാറ്റി. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരെല്ലാം. ഫേസ്ബുക്ക് ഡിജിറ്റൽ ഇന്ത്യക്ക് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയിൽ സംശയം തോന്നി ഇതിന്റെ പിന്നാമ്പുറം തേടിപ്പോയ സൈബർ വിദഗ്ധരാണ് സുക്കർബർഗിന്റെ തന്ത്രം പൊളിച്ചടുക്കിയത്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോഴുള്ള സോഴ്സ് കോഡ് പരിശോധിക്കുമ്പോൾ തെളിയുന്ന സ്റ്റൈൽ ക്ലാസ് internet.org-ന്റെ പേര്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ പിന്തുണ ലഭിക്കുന്നത് നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കാൻ ഫേസ്ബുക്ക് തുടക്കമിട്ട internet.org അല്ലെങ്കിൽ ഫ്രീ ബേസിക്സിന്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ ലഭിക്കുന്ന ഓരോ പിന്തുണയും മെസ്സേജ് രൂപത്തിലാക്കി സർക്കാരിനോ വേണ്ടി വന്നാൽ കോടതിയിലോ സമർപ്പിക്കുക ലക്ഷ്യം. ഇന്റർനെറ്റ് നിഷ്പക്ഷത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ഒരു ഭാഗത്ത് വൻ ജനപിന്തുണയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഫേസ്ബുക്കിന്റെ ശ്രമങ്ങൾ. രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന ഡിജിറ്റൽ ഇന്ത്യക്ക് തന്നാലാകുന്ന പിന്തുണ എന്ന രീതിയിലാണ് ഓരോ ഇന്ത്യക്കാരനും ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ത്രിവർണത്തിലേക്ക് മാറ്റുന്നത്. എന്നാൽ പരോക്ഷമായി പിന്തുണ നൽകുന്നതാകട്ടെ ഇന്റർനെറ്റ് നിഷ്പക്ഷതയ്ക്ക് കൂച്ചുവിലങ്ങിടാനുള്ള മാർക്ക് സുക്കർബർഗിന്റെ പദ്ധതികൾക്കാണ്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം അട്ടിമറിച്ചതിനെതിരെ SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് നേരെ പോലീസ് അതിക്രമം. മാർച്ച് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. ലാത്തിചാർജിൽ SFI സംസ്ഥാന സെക്രട്ടറി ബിജിനടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കും. സ്വാശ്രയ പ്രവേശനം അട്ടിമറിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി SFI നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. പല ഭാഗത്തേക്കായി പ്രവർത്തകർ ചിതറിയോടിയെങ്കിലും വീണ്ടും തിരിച്ചെത്തിയതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ SFI സംസ്ഥാന സെക്രട്ടറി വിജിന് പരിക്കേറ്റു. ഈ മാസം 30-നകം മെറിറ്റിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകിയില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾക്കാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരികയെന്നും വിജിൻ പറഞ്ഞു. അവിടെയാണ് ഏറ്റവും ശക്തമായ പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും ഞങ്ങൾ SFI പറഞ്ഞു വെക്കുന്നു, ഈ വരുന്ന 30-ാം തീയതിക്കുള്ളിൽ മെറിറ്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ പ്രവേശനത്തിന് ആവശ്യമായിട്ട് ഇടപെടൽ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ കേരളത്തിലെ തെരുവുകളിൽ അതിശക്തമായ പോരാട്ടം നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമായി SFI മാറും. പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ച ശേഷം മടങ്ങിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത് പ്രവർത്തകരെ വീണ്ടും പ്രകോപിപ്പിച്ചു. തുടർന്ന് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനെത്തി പ്രവർത്തകരെ ശാന്തമാക്കി മടക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെറ്ററിനറി സർവകലാശാല VC-ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. VC ഡോക്ടർ അശോക് കുമാറിനെ പുറത്താക്കണമെന്ന് VS. എടുക്കാച്ചിറക്കായ VC എന്തിന് കടിച്ചു തൂങ്ങണമെന്ന് VS തൃശൂരിൽ പറഞ്ഞു. സർവകലാശാലയിലെ അധ്യാപകർക്ക് ഈ മനുഷ്യനെ വേണ്ട, ജീവനക്കാർക്ക് വേണ്ട, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വേണ്ടേ വേണ്ട, സർക്കാരിന് വേണ്ട. സർക്കാർ നയങ്ങൾക്കെതിരെ ലേഖനം എഴുതിയതിന്റെ പേരിൽ ഇയാൾ ഇപ്പോൾ നടപടി നേരിടുകയാണല്ലോ. കോടതികൾ പോലും ഈ വിദ്വാനെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ ചുരുക്കത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കിന്റെ അവസ്ഥയിലാണ് മേപ്പടിയാൻ. പക്ഷേ തെറ്റു പറയരുതല്ലോ, സകല കെട്ട കേസുകൾക്കും കുടപിടിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇയാൾക്ക് കൂട്ടാണെന്നാണ് കേൾക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരൻ എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? കള്ളക്കടത്ത് കേസ് പ്രതികൾക്ക് മുസ്ലിം ലീഗ് MLA KM ഷാജിയുമായി അടുത്ത ബന്ധം. നിരവധി കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്ന കൊടുക്കൽ സഹോദരന്മാരിൽ പ്രമുഖരായ താമരശ്ശേരി സ്വദേശി കൊടുക്കൽ ബാബുവുമായാണ് KM ഷാജിക്ക് അടുത്ത ബന്ധം. ബാബു വാങ്ങിയ ആഡംബര കാർ ഷോറൂമിൽ നിന്നും പുറത്തെത്തിക്കുന്ന KM ഷാജിയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങൾക്ക് ഉന്നത ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പീപ്പിളിന് ലഭിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയും കോഴിക്കോട് ബീച്ചിൽ വെച്ച് യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായ താമരശ്ശേരി സ്വദേശി കൊടുക്കൽ ബാബുവും മുസ്ലിം ലീഗ് നേതാവും അഴീക്കോട് MLA-യുമായ KM ഷാജിയും ഒന്നിച്ചുള്ള ഫോട്ടോയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. ബാബുവിന്റെ ആഡംബര വാഹനം ഷോറൂമിൽ നിന്നും KM ഷാജി MLA ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യമാണിത്. ഈ ഫോട്ടോയിൽ നിന്നും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും ലീഗ് MLA-യും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാകുന്നുണ്ട്.
സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് മുഹമ്മദ് ഷാനു എന്ന യുവാവിനെ ബീച്ചിൽ വെച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി കൂടിയാണ് ബാബു. ഈ കേസിൽ പ്രതികളെ രക്ഷിക്കുന്നതിനായി മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടതായും സൂചനയുണ്ട്. നേരത്തെ കള്ളക്കടത്തുകാരൻ ഫയാസിന് ഉന്നത UDF നേതാക്കളുമായുള്ള ബന്ധം കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. KM ഷാജി MLAക്ക് കള്ളക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. ഫോട്ടോയിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം ഒരാളെ പ്രതി ചേർക്കാനാകില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പെട്ടു അല്ലെങ്കിൽ ഒരാളെ കൂടെ ഒരു ഫോട്ടോ ഉണ്ട് എന്നുള്ളത് മാത്രം ഒരു അപരാധമായി പറയാൻ കഴിയില്ല. എല്ലാവരുടെയും എന്താ പറയുക, ജാതകം നോക്കി അവരെ പറ്റി മുഴുവൻ പഠിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുമോ? ഈ സെൽഫിയുടെ കാലത്ത് പ്രത്യേകിച്ച് പറ്റുമോ? തട്ടിപ്പുമായി വീണ്ടും ഉതുപ്പ്. ഒളിവിൽ കഴിയുന്ന കാലത്തും ഉതുപ്പ് വർഗീസിന്റെ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്. കുവൈറ്റിലെ 3500ഓളം നഴ്സിംഗ് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ ഉതുപ്പിന്റെ ശ്രമം. 1500 ഉദ്യോഗാർത്ഥികളെ സന്ദർശക വിസയിൽ എത്തിച്ച് അഭിമുഖം നടത്തി. വിശദാംശങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാല്, ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ പോലും വലിയ തോതിൽ അദ്ദേഹം റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായ സ്വാധീനം കൂടിയാണ് വെളിവാകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത്? പ്രജേഷ്, തട്ടിപ്പിന്റെ പുതിയ വഴികൾ തുറക്കുകയാണ് ഉതുപ്പ് വർഗീസ്. ദുബായിൽ വെച്ചാണ് അതിന്റെ ഏറ്റവും പുതിയ തെളിവാണ്. ഇന്ന് ദുബായിൽ വെച്ചാണ് അദ്ദേഹം കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഏതാണ്ട് 3500 പേരെ ഇവിടെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തും. അത്രത്തോളം ഒഴിവുകൾ കുവൈത്ത് മന്ത്രാലയത്തിൽ ഉണ്ട് എന്നാണ് ഇദ്ദേഹം നേരത്തെ നൽകിയ പരസ്യത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതനുസരിച്ച് 1500ഓളം ഉദ്യോഗാർത്ഥികളാണ് ദുബായിൽ എത്തിയത്. രാവിലെ അൽബം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇവിടെ കുവൈത്ത് MOH, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഉതുപ്പ് വർഗീസ് നേരിട്ട് തന്നെയാണ് ഇന്റർവ്യൂവിന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒളിവിൽ കഴിയുകയാണെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രചരണവും അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും. എന്നാൽ അദ്ദേഹം പരസ്യമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന ഉതുപ്പ് വർഗീസ് ദുബായിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നേരത്തെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടത്താൻ കർശന യന്ത്രങ്ങളും അന്വേഷണവും ഒക്കെ ഉള്ളപ്പോൾ ദുബായിലേക്ക് ചുവടുമാറ്റിയാണ് തട്ടിപ്പിന് പുതിയ കരുക്കൾ നീക്കുന്നത്. ഇത് നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കാനാണ്. ഇന്ത്യയിൽ വെച്ച് ഇത്തരം ഇനി റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയാണ് ഇതിൽ നിന്ന് എല്ലാം ഇളവ് നേടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ദുബായിൽ വെച്ച് ഇന്റർവ്യൂ നടത്തുന്നത്. കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നടക്കുന്ന ഇന്റർവ്യൂ ദുബായിൽ വെച്ചതാണ് നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നിരവധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ മുതൽ ഉദ്യോഗാർത്ഥികൾ ദുബായിലേക്ക് എത്തിയിരുന്നു. വന്നവർ അധികവും സ്വകാര്യ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരാണ്. ഏതായാലും തട്ടിപ്പിന്റെ പുതിയ രീതിയുമായാണ് ഉതുപ്പ് വർഗീസ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. കാഷ്യൂ കോർപ്പറേഷൻ അഴിമതി CBI അന്വേഷിക്കണമെന്ന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തതെന്ന് KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും സുധീരനും ചെന്നിത്തലയ്ക്കും അദ്ദേഹം കത്തയച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി വെളിച്ചത്തു കൊണ്ടുവരാൻ CBI അന്വേഷണമാണ് അഭികാമ്യം. അന്വേഷണം CBIക്ക് വിടാനുള്ള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്യാൻ നീക്കം നടക്കുന്നതായി KPCC ജനറൽ സെക്രട്ടറി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ തടയാൻ മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും KPCC അധ്യക്ഷനും ശൂരനാട് കത്ത് നൽകി. കോർപ്പറേഷനിലെ അഴിമതി CBIക്ക് വിടാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ രാജിവെക്കണമെന്നും ശൂരനാട് ആവശ്യപ്പെടുന്നു. സർക്കാർ സഹായം നൽകിയിട്ടും സ്ഥാപനം കോടികളുടെ നഷ്ടത്തിലാണ്. കോർപ്പറേഷന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും KPCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ചെയർമാൻ R ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ചന്ദ്രശേഖരനെതിരെയുള്ള നീക്കമാണ് ശൂരനാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൂരദർശിനിയായ ആസ്ട്രോസാറ്റിന്റെ വിക്ഷേപണം വിജയകരം. സോവിയറ്റ് റഷ്യയ്ക്കും ജപ്പാനും അമേരിക്കയ്ക്കും ശേഷം ബഹിരാകാശ ദൂരദർശിനി സ്വന്തമായി വിക്ഷേപിച്ച രാജ്യമായി ഇന്ത്യ. ആസ്ട്രോസാറ്റിനൊപ്പം അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ 6 ഉപഗ്രഹങ്ങളും ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV 30 ആസ്ട്രോസാറ്റ് കുതിച്ചുയർന്നു. 22 മിനിറ്റും 33 സെക്കൻഡിനും ശേഷം ഭൂമിയുടെ 650 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ആസ്ട്രോസാറ്റ് അവരോധിക്കപ്പെട്ടു.
ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്കും സൗരയൂഥ നിരീക്ഷണത്തിനുമാണ് ആസ്ട്രോസാറ്റ് ഉപയോഗിക്കുക. പ്രപഞ്ച ഉൽപ്പത്തിക്ക് നിദാനമായ കാരണങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യൻ പഠനങ്ങൾക്ക് ആസ്ട്രോസാറ്റ് അതിവേഗം നൽകും. ലോകത്തിലെ ഏറ്റവും പ്രശസ്ത ബഹിരാകാശ ദൂരദർശിനിയായ ഹബിൾ ടെലിസ്കോപ്പിൽ പോലും ഇല്ലാത്ത സംവിധാനങ്ങൾ ആസ്ട്രോസാറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അൾട്രാവയലറ്റ് മുതൽ എക്സ്റേ വരെയുള്ള തരംഗ ദൈർഘ്യങ്ങളെയും വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കളെയും കണ്ടെത്താൻ ആസ്ട്രോസാറ്റിന് കഴിയും. ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസാറുകൾ, തമോഗർത്തങ്ങൾ തുടങ്ങിയവ ആസ്ട്രോസാറ്റ് ഒരേ സമയം നിരീക്ഷിക്കും. നാസ അവസാനമായി വിക്ഷേപിച്ച ദൂരദർശിനിയിലാണ് ഇതുവരെ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ആസ്ട്രോസാറ്റ് ഭ്രമണപഥത്തിലെത്തിയതോടെ അത് മാറി. അത്യാധുനിക സംവിധാനങ്ങളോടെ ഇപ്പോൾ ബഹിരാകാശത്തുള്ളത് ഇന്ത്യൻ ദൂരദർശിനിയാണ്. ESA and NASA, I think we should have an ESA, that is Asian Space Agency. All the countries can steadily stand together and get the benefit. At the same time, we can also get the cost sharing for such scientific experiments. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇവ നിർമ്മിച്ചത്. 178 കോടിയായിരുന്നു നിർമ്മാണ ചെലവ്. നാളെ മുതൽ ആസ്ട്രോസാറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി ഇരുമ്പനത്ത് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിന് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുമ്പനം ശ്മശാനത്തിൽ പാതിവെന്ത മൃതദേഹം ജീവനക്കാർ ശുചിമുറിയിൽ മാറ്റിവെച്ചു. സംഭവം അറിഞ്ഞ നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. ഇരുമ്പനം പൊതുശ്മശാനത്തിൽ രാവിലെ 11:30യോടെയാണ് കരിമുകൾ സ്വദേശി ശശിധരന്റെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുവന്നത്. മൃതദേഹം ദഹിപ്പിച്ചുകൊണ്ടിരിക്കെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി. ഈ സമയം മറ്റൊരു മൃതദേഹം ദഹിപ്പിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സമയം പാതിവെന്ത മൃതദേഹം ജീവനക്കാർ ശുചിമുറിയിലേക്ക് മാറ്റി. ഈ വിവരം പുറത്തറിഞ്ഞ നാട്ടുകാർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ശശിധരന്റെ മകൻ വിമൽ: ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാതിരിക്കുക. നമ്മൾ താഴ്ത്തും നിലത്തും വെക്കാതെ അത്ര നല്ലൊരു ചടങ്ങോട് കൂടിയാണ് നമ്മുടെ അതൊരു പിതാവിൻ്റെ ജഡമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ എടുത്തുകൊണ്ടെന്ന് വെക്കണേ, അത്രമേ ബുദ്ധിമുട്ടി. അതാണ് ആ കത്തി കരിഞ്ഞ പകുതി കഴിച്ചു ബാത്റൂമിൽ അവിടെ ഇവിടെ ഇടാനുള്ളതാണോ? പിന്നീട് പോലീസ് എത്തി 2 ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു. ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിന് കേസെടുത്തു. പോലീസ് ഇടപെട്ട് ശശിധരന്റെ മൃതദേഹം പൂർണ്ണമായും ദഹിപ്പിച്ചതിന് ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.